ഹല്ലേലൂയ. ഇന്നലെ ഈ സഹോദരൻ്റെ കർത്താവ് അത്ഭുതമായിട്ട് ഈ ഷോട്ട് സൗഖ്യമാക്കിയതാണ്. ഈ സ്റ്റേജിൽ കയറി വന്നില്ല, പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് തന്നെ കർത്താവ് ഹീൽ ചെയ്ത ആ സാക്ഷി നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് ചാലക്കുടിയിലാണ്. എൻ്റെ പേര് ഡേവിസ്. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യണത്. 3 ആഴ്ച ലീവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ലീവിന് വരുന്ന ഇടയിൽ എൻ്റെ വൈഫും ഫാദറിലും കൂടി ഈ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വരെ വരാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഞാൻ മനസ്സോടെ ഇവിടെ വന്നത്. കാരണം 5 ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മുഴുവൻ ചെയ്തു തീർക്കാനായിട്ട് സമയമില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ കാര്യത്തിന് വളരെ മനസ്സോടുകൂടിയാണ് വന്നത്. ബാക്കിലിരുന്നു. ഈ ധ്യാനം തുടങ്ങി ഏകദേശം ഒരു 25-30 മിനിറ്റ് ആയിക്കാണെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വന്നു അവിടെ, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. അത് എൻ്റെ ഒരു സ്വകാര്യ സങ്കടമായിരുന്നു. കഴിഞ്ഞ 35 വർഷത്തോളമായിട്ട് ഞാൻ എൻ്റെ ബ്രെയിനിൽ രജിസ്റ്ററാക്കി വെച്ചിരിക്കുകയാണ് കൈ പ്രയലിലേക്ക് പോയിരുന്നു. പ്രയലിലേക്ക് എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. കടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ജോലി ചെയ്യുമ്പോഴേക്ക് ഞാൻ എൻ്റെ കൈ ഇവിടെ ബെൽറ്റിൽ കെട്ടിയിടും. കാരണം അവിടെ വെച്ച് ഡിസ്ലൊക്കേറ്റ് ഞാൻ ആകെ പ്രശ്നത്തിലാവും. എനിക്ക് അവിടെ നിന്ന് കരയിലെത്താനൊക്കെ പാടല്ല. പിന്നെ ഞാൻ എൻ്റെ ജോലി തന്നെ പ്രശ്നത്തിലാവാം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കണം ഞാൻ. ഈ ബ്രദർ പറഞ്ഞു ഇവിടെ സൗഖ്യം കിട്ടി കുറച്ച് പേർക്ക്. അപ്പോൾ ഞാനത് ജനത്തിനിടയ്ക്ക് വെച്ചിട്ട് എനിക്കത് കൈ വീശി നോക്കാനായിട്ടൊരു പേടി. കാരണം ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് പണി, എൻ്റെ വൈഫിനും വീട്ടുകാർക്കൊക്കെ പണി. എന്നെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് പിടിച്ചിടാൻ ഭയങ്കര തന്നെ വീഴാറില്ല, പലപ്പോഴും തന്നെ വീഴാറില്ല. അതും ചില ഹോസ്പിറ്റലിൽ ചില ഡോക്ടേഴ്സിന് പറ്റാറില്ല. അത് ചിലപ്പോൾ 3-4 ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഒരിക്കൽ എനിക്ക് അനസ്തേഷ്യ എന്നിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഞാൻ മടിച്ചു. സ്റ്റേജിൽ വന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അത് എങ്ങാനും പറ്റാതെ വന്നായിരുന്നു എൻ്റെ സ്ഥിതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചാലക്കുടി ചെന്നിട്ട് ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പ്രസാദ് വർക്കി, എനിക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന ഡോക്ടർ. അപ്പോൾ ചാലക്കുടിയിൽ വെച്ചിട്ടൊന്ന് പരീക്ഷ നോക്കാം. അഥവാ ഡിസ്ലൊക്കേറ്റ് ആയാലും ഓട്ടോ പിടിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകാം, വേറെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് അറിയാണ്ട് ഞാൻ ഒന്ന് വീശി നോക്കി. അപ്പോൾ കുഴപ്പം തോന്നിച്ചില്ല. അപ്പോൾ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ പിറകിലിരുന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് കിട്ടിയ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായമാണെന്ന് തോന്നുന്നു, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിരുന്നു. അതിൽ ഒരു കുഷ്ഠരോഗി മാത്രം തിരിച്ചു വന്ന് താങ്ക്സ് പറഞ്ഞു കർത്താവിനോട്. അതിൽ ബാക്കിയുള്ളവർക്ക് 9 പേർ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അതിൽ പറയണില്ലേ. ഈ ഒരു വ്യക്തി താങ്ക്സ് പറഞ്ഞ വ്യക്തിക്ക് പിന്നീട് എന്തെല്ലാം അനുഗ്രഹം കിട്ടിയെന്നും ബൈബിൾ പറയണില്ലേ. പക്ഷേ അത് എടുത്ത് പറച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് ആ താങ്ക്സ് ഗിവിങ് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, കാണിക്കുകയാണ് ഞാൻ. യെസ്, ഇത് 35 വർഷമായിട്ടും ഞാൻ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ? പറ്റും. ഇത്തരം ചെയ്തു. 35 വർഷമായിട്ട് ഊരിപ്പോകുന്ന ഈ ഷോൾഡർ കർത്താവ് ഇന്നലെ ഈ ജനക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ട് സൗഖ്യമാക്കി. നന്നായിട്ട് ഇറക്കി കാണിച്ചേ, ശക്തമായിട്ട് ഇറക്കി കാണിക്കേ. തിരിച്ചു കറക്കട്ടെ, ഒന്ന് പിടിച്ചു കാണിച്ചേ, ഷോൾഡർ ഇളകട്ടെ, ഇങ്ങോട്ട് പിടിച്ചേ. ആമേൻ.